DCB മീഡിയയുടെ തുടർച്ചയായി മഴ പെയ്യുന്നത് മൂലം നാശനഷ്ടങ്ങൾ നേരിട്ടവർക്കുള്ള സർക്കാർ ഭാഗത്തു നിന്നുള്ള ധനസഹായവും മറ്റ് ആശ്വാസ നടപടികളെയും കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. മഴക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്ന ഒട്ടേറെ പേർക്ക് ഉപകാരപ്പെടുമെന്നതിനാൽ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ മഴ മൂലം വിവിധ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി പേരുടെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ക്യാമ്പുകളിലേക്ക് മാറേണ്ട അവസ്ഥയുണ്ടായി. അതോടൊപ്പം മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, നദികൾ കരകവിഞ്ഞൊഴുകൽ തുടങ്ങിയവയിലൂടെയും ഭാഗികമായും പൂർണ്ണമായും ഒക്കെ വീട് നഷ്ടപ്പെട്ടവരുണ്ട്. മഴക്കെടുതിയിൽ നിരവധി മരണങ്ങളും സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ വെള്ളപ്പൊക്ക ദുരിതം നേരിടാൻ ആവശ്യമായ എന്ത് തീരുമാനവും അതിവേഗം എടുക്കാൻ കളക്ടർമാർക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി എത്തിയിരിക്കുകയാണ്. ക്യാമ്പുകളിൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ ആവശ്യമായ ഏത് നടപടിയും സ്വീകരിക്കാമെന്നും അവയ്ക്ക് സർക്കാരിന്റെ അംഗീകാരം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ പൂർണ്ണ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്കുള്ള നഷ്ടപരിഹാരം 4 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷം രൂപയാക്കി ഇപ്പോൾ ഉയർത്തിയിട്ടുമുണ്ട്. മഴക്കെടുതിയിലും ഉരുൾപൊട്ടലിലും വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 10 നിന്ന് 12 ലക്ഷമാക്കി ഉയർത്തിയിട്ടുമുണ്ട്. അതിനാൽ മഴക്കെടുതി മൂലം നാശനഷ്ടം സംഭവിച്ചവർക്ക് സർക്കാരിന്റെ ഈ പുതിയ തീരുമാനങ്ങൾ വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇത്തവണത്തെ കനത്ത മഴയിൽ വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും 10,000 രൂപ വീതം ലഭിക്കുന്നതാണ്. ഇതിനായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ തുക ഇവർക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ക്യാമ്പുകളിലേക്ക് മാറാത്തവർക്കും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുക അനുവദിക്കുന്നതാണ്. വീടിന് കേടുപാട് സംഭവിച്ചതിനാൽ അവിടെ താമസിക്കാൻ കഴിയാത്തവർക്ക് മറ്റൊരു വീട്ടിൽ താമസിക്കാനുള്ള പ്രതിമാസ വാടക സർക്കാർ നൽകുന്നതാണ്. വീടിന്റെ കേടുപാട് പരിഹരിക്കും വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അതോടൊപ്പം ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയും സംസ്കാര ചടങ്ങുകൾ നടത്താൻ 10,000 രൂപയും നൽകുന്നതാണ്. വീടുകൾക്ക് മാത്രമല്ല, മഴക്കെടുതി മൂലം ഉപജീവന മാർഗത്തിന് തടസ്സം നേരിട്ടവർക്കും സർക്കാർ ഭാഗത്തു നിന്നും ഇപ്പോൾ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു ആശ്വാസ നടപടിയാണ്. ഇത്തവണ പ്രളയം ബാധിച്ച സൂക്ഷ്മ ചെറുകിട മധ്യ വിഭാഗം സ്ഥാപനങ്ങൾക്കായി ഉജ്ജീവന സോഫ്റ്റ് ലോൺ സ്കീം നടപ്പാക്കുകയും ചെയ്യും. അതായത് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, അംഗീകൃത ഹോം സ്റ്റേകൾ, ക്ഷീര കർഷകർ, കിസാൻ കാർഡുള്ളവർ, തേനീച്ച കർഷകർ, പക്ഷി, കോഴി, താറാവ് എന്നിവയെ വളർത്തുന്നവർ, ടൂറിസ്റ്റ് വാണിജ്യ വാഹന ഉടമകൾ തുടങ്ങിയവർക്ക് 12 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കുകയും ചെയ്യും. വായ്പയുടെ 25%, 3 ലക്ഷം രൂപ വരെയോ ഏതാണോ കുറവ് അത് സർക്കാർ ബാങ്കിൽ അടക്കുകയും ചെയ്യും. ഈ ആനുകൂല്യം വേണ്ടാത്തവർക്ക് 5 വർഷത്തേക്ക് 9% പലിശ സർക്കാർ അടക്കും. ഏതാനും നാൾ മുൻപ് വായ്പ എടുത്തിട്ട് അടക്കാൻ കഴിയാത്തവരുടെ കാര്യത്തിലും 5 വർഷത്തേക്ക് 9% പലിശ സർക്കാർ അടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായി കടന്നുവന്ന മഴക്കെടുതി മൂലം ഉണ്ടായ അപകടങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ് സർക്കാർ ഭാഗത്തു നിന്നും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിലവിൽ ഒട്ടുമിക്ക ജില്ലകളിലും മഴയൊഴിഞ്ഞു നിന്നതോടെ സംസ്ഥാനം പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറി തുടങ്ങിയിട്ടുണ്ട്. ഗതാഗത തടസ്സം കുറഞ്ഞിട്ടുമുണ്ട്. വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിയാത്തതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പലയിടത്തും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളപ്പൊക്ക കാലത്ത് ക്യാമ്പുകളിൽ കഴിയുമ്പോഴും തിരികെ വീടുകളിലേക്ക് പോകുമ്പോഴും കൂടുതൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പും എത്തിയിട്ടുണ്ട്. വയറിളക്കം, കോളറ, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങി മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങളും കൊതുകുകൾ പരത്തുന്ന ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയവയും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ വെള്ളം കയറിയ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളിലേക്ക് പോകുമ്പോൾ സുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം വെള്ളം കയറിയ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ വൈദ്യുത കണക്ഷൻ പരിശോധിക്കാനും വൈദ്യുതി ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനും ശ്രദ്ധിക്കുക. മാത്രമല്ല, വീട് അണുവിമുക്തമാക്കിയെന്ന് ഉറപ്പിച്ച ശേഷം എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുക. എന്തായാലും അപ്രതീക്ഷിതമായി കടന്നുവന്ന മഴക്കെടുതി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വലിയ നാശം വിതച്ചുവെങ്കിലും അതിൽ ചെറിയ ആശ്വാസമായി സർക്കാർ സാമ്പത്തിക സഹായം നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാവർക്കും വലിയൊരു ആശ്വാസം തന്നെയാണ്. അതോടൊപ്പം ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവർ തിരിച്ച് വീടുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ വീടുകൾ അണുവിമുക്തമാക്കുവാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സർക്കാർ ഭാഗത്തു നിന്നുള്ള ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും മറ്റ് പ്രധാന അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.